ആവർത്തിച്ച് ചോദിക്കാറുള്ള പ്രധാനപ്പെട്ട ചരിത്ര വർഷത്തിലെ രണ്ടാം ഭാഗത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യത്തെ ഭാഗത്തെ വീഡിയോ കാണാത്തവർ ആദ്യം അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. 1878 എന്താണ് ലിട്ടൺ പ്രഭു പ്രാദേശിക ഭാഷ പത്ര നിയമം, അതുപോലെ വെർണിക്കുലർ പ്രസ് ആക്ട്. ഓക്കെ, ഇതൊക്കെ ആരുണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ലിട്ടൺ പ്രഭുവാണ് ചെയ്തത്. 1882 ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആക്ട്, അതുപോലെ തന്നെ ജനകീയ വൈസ്രോയി എന്നറിയപ്പെട്ട റിപ്പൺ പ്രഭുവും ലോർഡ് റിപ്പണും 1882 കാലഘട്ടത്തിലായിരുന്നു. അതിനുശേഷം 1885 INC ഡിസംബർ 28 രൂപീകരിച്ചു. ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ബോംബെ. ആദ്യ സമ്മേളനം INCയുടെ ആദ്യ സമ്മേളനം ബോംബെ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് ഇത് കേട്ടോ. ഓക്കെ, അതിനുശേഷം 1886 ശ്രീ വിശാഖം തിരുനാൾ മുല്ലപ്പെരിയാർ ലീസ് തയ്യാറാക്കി. ഓക്കെ, 1886 ഒക്ടോബർ 29 അവിടുന്ന് ഒരു വർഷം കഴിഞ്ഞ് 1887 അതിൻ്റെ പണി തുടങ്ങി. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മുല്ലപ്പെരിയാർ ലീസ് ഇവിടെ പറയുന്നു, അതിനെപ്പറ്റി പറയാം. ഓക്കെ, അതിന് മുന്നേ 1891 എന്താണ് തിരുവിതാംകൂർക്കാർക്ക് എന്ന് GP പിള്ള. ഓക്കെ, അതിനുശേഷം എന്താണ് മലയാളി മെമ്മോറിയൽ 10,028 പേരടങ്ങുന്ന മലയാളി മെമ്മോറിയൽ 1891. ഓക്കെ, ആ മലയാളി മെമ്മോറിയലിൻ്റെ ഡേറ്റാണ് ജനുവരി 1. അതിനെ എതിര് കൊടുത്ത മെമ്മോറിയൽ എന്നായിരുന്നു? ജൂൺ 3 കേട്ടോ, ജൂൺ 3. പിന്നെ പറയാനുള്ളത് മുല്ലപ്പെരിയാർ വെൻലോക്ക് പ്രഭു പണിയുന്ന സമയത്ത് തിരുനാൾ സൈൻ വെച്ചതെന്നായിരുന്നു? 1895 അത് മുന്നേ പറഞ്ഞല്ലോ. ഓക്കെ, പിന്നെ 1895 തന്നെയാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്, അതുപോലെ തന്നെ ലാലാ ലജ്പത് റായ്, അതൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാൻ 1895. ഓക്കെ, പിന്നെ 1896 പറയാനുള്ളത് ഈഴവ മെമ്മോറിയൽ, ഡോക്ടർ പൽപ്പുവുമായി ബന്ധപ്പെട്ട ഈഴവ മെമ്മോറിയൽ 1896. രണ്ടാം ഈഴവ 1900. ഓക്കെ, രണ്ടാം ഈഴവ 1900. ഓക്കെ, പിന്നെ ഇതിൽ വിട്ടുപോയിട്ടുള്ളത് ഇതിൻ്റെ ഇടയിൽ ഒരെണ്ണം വിട്ടുപോയി. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ, ശ്രീനാരായണ ഗുരുവിൻ്റെ അരുവിപ്പുറം പ്രതിഷ്ഠ 1888. 1889 ബ്രിട്ടീഷ് കമ്മിറ്റി INC, ലണ്ടനിലെ INC ബ്രിട്ടീഷ് കമ്മിറ്റി രൂപീകരിച്ചു 1889. 1905 ബംഗാൾ വിഭജനം, ഒക്ടോബർ 16 ആയിരുന്നു ഡേറ്റൊക്കെ. ഈ ഡേറ്റൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബംഗാൾ വിഭജനം 1905 കേഴ്സൺ പ്രഭു ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ബംഗാൾ വിഭജനം. ഓക്കെ, പിന്നെ 1907 എന്തായിരുന്നു? സൂററ്റ് പിളർപ്പ് 1907. മിതവാദി VS തീവ്രവാദി എന്ന് അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷ്. ഓക്കെ, അധ്യക്ഷനാരായിരുന്നു റാഷ് ബിഹാരി ഘോഷ്. മിതവാദി VS തീവ്രവാദി. ഓക്കെ, INC. അതുപോലെ സൂററ്റ് പിളർപ്പ് 1907. അതിനുശേഷം 1911 വളരെ ഇമ്പോർട്ടൻ്റ്, ദേശീയഗാനം കൊൽക്കത്തയിൽ ദേശീയഗാനം ആലപിച്ചു 1911. 1911 തന്നെയാണ് എന്ത് ഡൽഹി ഇന്ത്യയുടെ ക്യാപിറ്റലായത്. അതിന് മുന്നേ എന്തായിരുന്നു? കൊൽക്കത്തയായിരുന്നു. ഡൽഹി ക്യാപിറ്റലായത് 1911. ആക്കി. അതുപോലെ തന്നെ ഹാർഡിഞ്ച് വൈസ്രോയി ആയിരുന്നു ഇതിൻ്റെ നീക്കം കുറിച്ചത്. 1911 ബംഗാൾ വിഭജനം റദ്ദാക്കി. ഓക്കെ, 1911 ബംഗാൾ വിഭജനം റദ്ദാക്കി. പിന്നെ IFA മോഹൻ ബഗാൻ, അതായത് ഫുട്ബോളുമായി ബന്ധപ്പെട്ട്, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഇപ്പം അധികം ചോദിക്കാറില്ല മോഹൻ ബഗാൻ ടീം. ഓക്കെ, പിന്നെ വേറെ എന്താ പറഞ്ഞു വന്നത്? ഓക്കെ, 1913 ഗദ്ദാർ പാർട്ടി, സിഖുകാരുടെ ഗദ്ദാർ പാർട്ടി USA സാൻ ഫ്രാൻസിസ്കോയിൽ കേട്ടോ. ഓക്കെ, വേറെ എന്തായിരുന്നു? 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി തിരിച്ചു വന്നു. ഓക്കെ, പ്രവാസി ഭാരതീയ ദിവസമായി അന്നാണ് ആഘോഷിക്കുന്നത്. ജനുവരി 9, 1915. ഓക്കെ, 1917 ഇമ്പോർട്ടൻ്റ് എന്താണ്? തളി ക്ഷേത്ര പ്രക്ഷോഭം, അതുപോലെ മിശ്ര ഭോജനം, പിന്നെ ചമ്പാരൻ സത്യാഗ്രഹം, അതുപോലെ ബീഹാറിലെ നീലം കർഷകർക്ക് വേണ്ടിയിട്ട് ചെയ്ത ഈ ചമ്പാരൻ സത്യാഗ്രഹമൊക്കെ എന്താണ്? 1917. അതിനുശേഷം 1918 എന്താണ്? ഗേദ സത്യാഗ്രഹം, അത് സർദാർ വല്ലഭായ് പട്ടേൽ. പിന്നെ വേറെ എന്താണ് കണക്ട് ചെയ്ത് പഠിക്കാനുള്ളത്? അഹമ്മദാബാദ് മിൽ സമരം, അതുപോലെ K. കരുണാകരൻ ജനിച്ചു, അത്
ഒരു വട്ടം PSC ചോദിച്ചിട്ടുണ്ട്, പിന്നെ അത് ആവർത്തിച്ച് ചോദിച്ചിട്ടില്ല. എന്നാലും ഓക്കെ, ഒരു ഫാക്റ്റാണ്. ഓക്കെ, പിന്നെ പറയാനുള്ളത് 1919 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല 1919. അത് അതേ വർഷം തന്നെയാണ് എന്ത്, പൗരസമത്വ പ്രക്ഷോഭം. ഓക്കെ, പൗരസമത്വ പ്രക്ഷോഭം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല 1919. അതിനുശേഷം 1920 ഗാന്ധിജി ഓഗസ്റ്റ് 1 സന്ദർശിച്ചു. എന്ത്, നിസ്സഹകരണ പ്രസ്ഥാനം 1920. ഗാന്ധിജിയുടെ ആദ്യത്തെ കേരള സന്ദർശനം എന്നായിരുന്നു 1920. മൊത്തത്തിലും 5 തവണയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് വർഷങ്ങളാണ്. ഓക്കെ, പിന്നെ 1921 പിന്നെ എന്താണ്, തൃശ്ശൂർ ലഹള, ബാലഗോപാചാര്യർ, അതുപോലെ മലബാർ ലഹള, വാഗൺ ട്രാജഡി എന്നറിയപ്പെടുന്ന അത് 1921. അത് കഴിഞ്ഞാൽ 1922 എന്താണ്, ചൗരി ചൗര. 1923 സ്വരാജ് പാർട്ടി, മോത്തിലാൽ നെഹ്റുവും അതുപോലെ ചിത്തരഞ്ജൻ ദാസും. മോത്തിലാൽ നെഹ്റു ആരായിരുന്നു, സെക്രട്ടറി ആയിരുന്നു. ചിത്തരഞ്ജൻ ദാസ് പ്രസിഡൻ്റ് ആയിരുന്നു. ഓക്കെ, CR ദാസ്, ചിത്തരഞ്ജൻ ദാസ്, അതുപോലെ മോത്തിലാൽ നെഹ്റു. 1924 എന്താണ്, കർണാടകയിൽ ഗാന്ധിജിയും അതുപോലെ പാർട്ടിയും തമ്മിൽ ബെൽഗാം കോൺഗ്രസ് സമ്മേളനം. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്താണ് 1924 കണക്ട് ചെയ്യാനുള്ളത്, വൈക്കം ടെമ്പിൾ കോട്ടയം, വൈക്കം സത്യാഗ്രഹം, 603 ദിവസം നീണ്ടു നിന്ന വൈക്കം സത്യാഗ്രഹം. അതിനുശേഷം 1925 കൽപ്പാത്തി ലഹളയും സവർണജാതിയും. 1926 ശുചീന്ദ്ര സത്യാഗ്രഹം. 1927 എന്താണ്, സൈമൺ കമ്മീഷൻ രൂപീകരിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. 1927 സൈമൺ കമ്മീഷൻ രൂപീകരിച്ചു. 28 ഇന്ത്യയിലെത്തി. 30 റിപ്പോർട്ട് സമർപ്പിച്ചു. ഓക്കെ, പിന്നെ വേറൊരു ഫാക്റ്റ് 1930 പറ്റിയിട്ട് കണക്ട് ചെയ്ത് പറയാനുള്ളത് കേരള കലാമണ്ഡലം. ഓക്കെ, കേരള കലാമണ്ഡലം നിലവിൽ വന്നത് 1930. അതിനുശേഷം ഇതിൻ്റെ ഇടയിൽ നമ്മൾ വിട്ടുപോയൊരു വർഷമാണ് 1929. എന്തായിരുന്നു, പൂർണ്ണ സ്വരാജ് ലാഹോർ കോൺഗ്രസ് സമ്മേളനം. ജവഹർലാൽ നെഹ്റു അന്ന് പങ്കെടുത്തത് കേട്ടോ. അതിനുശേഷം 1930 എന്താണ്, ദണ്ഡി മാർച്ച്, ഉപ്പു സത്യാഗ്രഹം. അതുപോലെ പിന്നെ പറയാനുള്ളത് ഇത് ഉപ്പു സത്യാഗ്രഹം കേരളത്തിലത്തെ വേദി എവിടെയായിരുന്നു, പയ്യന്നൂർ. 1930 ദണ്ഡി മാർച്ച്, ഉപ്പു സത്യാഗ്രഹം, കേരളത്തിലെ വേദി പയ്യന്നൂർ. പിന്നെ 30 കഴിഞ്ഞാൽ പിന്നെ 31, 1931 നവംബർ 1 എന്താണ്, ഗുരുവായൂർ സത്യാഗ്രഹം. ഓക്കെ, ഈ 1931 അതേ വർഷം തന്നെയാണ് എന്ത്, ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നുള്ളവരൊക്കെ മരണപ്പെട്ടത്. ഓക്കെ, പിന്നെ ഗാന്ധി ഇർവിൻ ഉടമ്പടി അത് നടന്നതും 1931. ഓക്കെ, റയർ ഇമ്പോർട്ടൻ്റ് ഫാക്ട്സ് ആണ് ഇതൊക്കെ. അതിനുശേഷം 1932 കേരള PSC ഉണ്ടാവാൻ കാരണമായ നിവർത്തന പ്രക്ഷോഭം. കേരള PSC ഉണ്ടാകാൻ കാരണമായ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ വർഷം 1932. അതുപോലെ തന്നെ പൂനെ പാക്റ്റ് ഉടമ്പടിയും 1932 തന്നെയാണെന്ന് ഓർക്കുക. അംബേദ്കറും ഗാന്ധിജിയും തമ്മിലായിരുന്നു എന്ത്, ഉടമ്പടി ഉണ്ടായിരുന്നത്. ആരാണ് ഒപ്പുവെച്ചത്, മദൻ മോഹൻ സിംഗ് ആണ് എന്ത്, ഒപ്പുവെച്ചത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് കേട്ടോ. അതിനുശേഷം 32 കഴിഞ്ഞാൽ പിന്നെ 35 എന്താണ്, RBI, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, RBI നിലവിൽ വന്നു. 35 ശേഷം 36 എന്താണ്, വിദ്യുശക്തി. 1936 നവംബർ 12 വേറെ എന്താണ്, ക്ഷേത്രപ്രവേശന വിളംബരം 1936. അതിനുശേഷം 1937 കേരള യൂണിവേഴ്സിറ്റി. 1938 ആദ്യ മലയാള ശബ്ദ ചലച്ചിത്രം ഏതായിരുന്നു, ബാലൻ. ഓക്കെ, അതുപോലെ ഏറ്റവും ഫസ്റ്റ് ഏതായിരുന്നു, വിഗതകുമാരനാണ് ഫസ്റ്റത്തെ പടം. പക്ഷേ ശബ്ദ ചലച്ചിത്രം ഏതാണ്, ഓക്കെ, അതേതാണ്, ബാലൻ. പിന്നെ 1938 തന്നെയാണ് എന്ത്, കല്ലറ പാങ്ങോട് സമരം. 1940 പള്ളിവാസൽ, ചിത്തിര തിരുനാളിൻ്റെ പള്ളിവാസൽ കണക്ട് ചെയ്ത് പഠിക്കുക. അതിനുശേഷം പിന്നെന്താണ് പറയാനുള്ളത്, 1939 CRPF രൂപീകരിക്കപ്പെട്ടു. ഇത് SSC ഫാക്റ്റാണ്. അതായത് PSC മാത്രമല്ല സിവിൽ സർവീസിനൊക്കെ വരുന്നൊരു ഫാക്റ്റാണ് എന്ത്, CRPFൻ്റെ. പിന്നെ 1939 വേറെ എന്താണ്,
ത്രിപുരി കോൺഗ്രസ് സമ്മേളനം 1939. അതുപോലെ തന്നെ ഫസ്റ്റ് ഇലക്ഷൻ സുഭാഷ് ചന്ദ്രബോസ് ആണെന്ത് അന്ന് ജയിച്ചത് കേട്ടോ. നമ്മളിവിടെയൊക്കെ പറഞ്ഞു പോയി. പിന്നെ 1940 എന്താണ് ഓഗസ്റ്റ് ഓഫർ എന്നറിയപ്പെടുന്ന രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടൻ ഇന്ത്യക്ക് നൽകി. എന്താണ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടൻ ഇന്ത്യക്ക് നൽകിയത്? ഓഗസ്റ്റ് ഓഫർ, വർഷം 1940. ഇതെന്താണ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ തന്നെ പഠിക്കുക. അത് ഈ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലോങ് ആയി പോകും. അതുകൊണ്ടാണ്. പിന്നെ 1941 കയ്യൂർ സമരം. 1942 എന്താണ് ക്രിപ്സ് മിഷൻ. സ്റ്റഫോർഡായിരുന്നു എന്ത് ക്യാപ്റ്റനായിരുന്നത്. 3 അംഗ സമിതിയായിരുന്നു ക്രിപ്സ് മിഷനിലുണ്ടായിരുന്നത്. അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. 1942. അതുപോലെ 1942 തന്നെയാണ് ഓഗസ്റ്റ് 9 എന്ത് ക്വിറ്റ് ഇന്ത്യ. 1942 ഓഗസ്റ്റ് 9. പിന്നെ കീഴരിയൂർ ബോംബ് കേസ്, ഇതും 1942 ഒരു സംഭവമാണ്. ഓക്കെ. അതിനുശേഷം 1946. 1946 എന്തായിരുന്നു ക്യാബിനറ്റ് മിഷൻ. അൽമസ്തലവാർ നാവിക കലാപം 1946 1946 തന്നെയാണ് എന്ത് പുന്നപ്ര വയലാർ സമരം. എവിടെയായിരുന്നു? ആലപ്പിയിൽ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന് പരാമർശിച്ചിട്ടുള്ളത് എന്തിനായിരുന്നു? ഇതിനെയായിരുന്നു, പുന്നപ്ര വയലാർ സമരത്തെയായിരുന്നു. CK കുമാരപണിക്കരെ വയലാർ സ്റ്റാലിൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ. അതുപോലെ 1946 തന്നെയാണ് കരിവള്ളൂർ സമരം. ആരായിരുന്നു? ദേവയാനിയുടെ കരിവള്ളൂർ സമരം. അതുപോലെ തന്നെ പല്ലുപറി സമരം, പിന്നെ തോൽവിറക്, അതുപോലെ തന്നെ തോൽവിറക് സമരം, പല്ലുപറി സമരമൊക്കെ എന്തായിരുന്നു? ഏതായിരുന്നു വർഷം? 1946. അതിനുശേഷം 1947 ഇന്ത്യ വിഭജനം. ജൂൺ 3 ജൂൺ പ്ലാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യ വിഭജനം കേട്ടോ. ഓക്കെ. 1947 ജൂലൈ 22 ദേശീയ പതാക സ്വീകരിക്കപ്പെട്ടു. ഓക്കെ. ഐ റിപ്പീറ്റ്, 1947 ജൂലൈ 22 ദേശീയ പതാക സ്വീകരിക്കപ്പെട്ടു. അതുപോലെ തന്നെ 1947 തന്നെയാണ് എന്ത് പാലിയം സത്യാഗ്രഹം. എവിടെയാണ് നടത്തപ്പെട്ടത്? കൊച്ചിയിൽ. അതുപോലെ ഐക്യ കേരള സമ്മേളനവും തൃശ്ശൂരിലായിരുന്നു. ഐക്യ കേരള സമ്മേളനം എവിടെയായിരുന്നു? തൃശ്ശൂരിലായിരുന്നു. K. കേളപ്പൻ അധ്യക്ഷത വഹിച്ച ഐക്യ കേരള സമ്മേളനം. അതുപോലെ വിളക്കൊയ്ത്ത് സമരവും കല്ലംകെട്ട് സമരവും ഒക്കെ ഏതായിരുന്നു വർഷം? 1947. ഓക്കെ. അതിനുശേഷം 1948 എന്തായിരുന്നു? ഓപ്പറേഷൻ പോളോ എവിടെയായിരുന്നു? ഹൈദരാബാദ്. അതുപോലെ തിരുവിതാംകൂറിലെ ഫസ്റ്റ് ഇലക്ഷൻ നടന്നതും 1948 1949 എന്തായിരുന്നു? 1949 എന്തായിരുന്നു? തിരുക്കൊച്ചി സംയോജനം. ഓക്കെ. ജൂലൈ 1 ആയിരുന്നു തിരുക്കൊച്ചി സംയോജനം. അതുപോലെ തന്നെ കൗബായി സമരം എന്നായിരുന്നു 1949. അതിനുശേഷം 1950 എന്തായിരുന്നു? 1950 ജനുവരി 24 എന്ത് ദേശീയ ഗാനം അതുപോലെ തന്നെ ദേശീയ ഗീതവും സ്വീകരിക്കപ്പെട്ടത്. 1950 ജനുവരി 24 ദേശീയ ഗാനവും ഗീതവും സ്വീകരിക്കപ്പെട്ടത് ജനുവരി 24 ആയിരുന്നു. അതുപോലെ ജനുവരി 25 എന്തായിരുന്നു? ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടു. അതുപോലെ അതേ വർഷം തന്നെ ജനുവരി 26 അടുപ്പിച്ചുള്ളൊരു 3 ദിവസമാണ് കേട്ടോ. ജനുവരി 26 എന്തായിരുന്നു? ദേശീയ മുദ്ര സ്വീകരിക്കപ്പെട്ടു. അന്നേ ദിവസം തന്നെയാണെന്ത് ഭരണഘടന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതും. ഓക്കെ. സുപ്രീം കോർട്ട് നിലവിൽ വന്നതും എന്നായിരുന്നു? 1950 ജനുവരി 26. ഇവിടെ 3 ഫാക്റ്റ് പഠിക്കാനുണ്ട്. ഓക്കെ. അതിനുശേഷം 1951 എന്താണ്?